Good morning. Okay, അപ്പോൾ നമ്മൾ ഇതാണ് ഓവർവ്യൂ ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതല്ലേ നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ അതിന് മുന്നേ പോയിന്റ്സുകൾ നോട്ട് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഇമ്പോർട്ടൻസ് അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് അതല്ലേ നമ്മൾ നോക്കിയത്. ആ പോയിന്റ്സുകള് ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ pathogenesis, to find the disease distribution, to control disease, in restrain and therapeutic measurements in health policy making. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ആ പോയിന്റ്സുകൾ നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ചലഞ്ചസ് ആണ്. ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള ഇതില്ല. എന്താന്ന് അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നോക്കിയേ, ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നോക്കിയേ, the technological progress in the field of medical science has overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for diagnosis and treating illness. അപ്പൊ നമ്മുടെ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ആ ഒരു മേഖലയിൽ നമുക്ക് ധാരാളം ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നിപ്പോ എന്താ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ടെക്നോളജി അല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയിട്ട് അല്ലെ. അതിൽ നിന്ന് കുറെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് അല്ലെ. ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ടെക്നോളജിയുടെ പുരോഗതി വന്നിട്ടുണ്ട് അല്ലെ. പണ്ട് കാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചികിത്സ പോലെ ആണോ? ഇപ്പൊ കുറെ ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അത് എന്തിന് മാറ്റം വരുത്തി? നമ്മുടെ സോഷ്യൽ, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള, പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള, എന്തൊക്കെയാ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ പോളിസി നയങ്ങളെ തകിടം മറിക്കുകയും and how provided എന്ത് പ്രൊവൈഡ് ചെയ്തു? ക്ലിനിഷ്യന് പുതിയതായിട്ട് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്. രോഗനിർണയത്തിനും രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനും ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയതായി കണ്ടെത്തിയ ആ എയ്ഡ്സുകള് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തായി? നമ്മുടെ സോഷ്യൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള പോളിസികളെ തകിടം മറിക്കുകയും അതിന് ഓവർടേൺഡ് അല്ലെ, അതിനെ തകിടം മറിക്കുകയും അതുപോലെ തന്നെ ക്ലിനിഷ്യന് എന്തിനാ? ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഇൽനെസ്, രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ എയ്ഡ്സുകള്, ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. Demand from the clinician and the community to provide newly discovered technological capabilities in the hospital and in health service system. കണ്ടോ? ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ സാങ്കേതിക കഴിവുകള്. അപ്പൊ നോക്കിയേ, ഇത് ഹോസ്പിറ്റലിലും പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് സിസ്റ്റം, ആരോഗ്യ പരിപാലന ആ സമ്പ്രദായത്തിലും ഹോസ്പിറ്റലുകളിലും പുതുതായി കണ്ടെത്തിയിട്ടുള്ള ആ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ്, ഒരു സാങ്കേതിക കഴിവുകള് എവിടേക്കാണ്? ഹോസ്പിറ്റലിലും ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും പുതുതായി കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക കഴിവുകള് എന്താ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആര്? ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു, ആവശ്യപ്പെട്ടു. എന്താ പറഞ്ഞേക്കുന്നേ? ആരാ ഡിമാൻഡ് ചെയ്തേ? ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും സമൂഹവും എന്താവശ്യപ്പെട്ടെ? പുതുതായി ഡിസ്കവർ ചെയ്തിട്ടുള്ള, കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക കഴിവുകളില്
ഹോസ്പിറ്റലിനും ഈ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിനും നൽകണമെന്ന് ഈ ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും ആവശ്യപ്പെട്ടു. It has been noticed that at least half of the last decades എന്ന് പറഞ്ഞാൽ ശതാബ്ദങ്ങളായിട്ട് 10 വർഷം last decades rise in medical cost in imputable to high technology medicine, especially diagnosis and surgical procedure. കഴിഞ്ഞ ഒരു 10 ദശകങ്ങളായിട്ട് അതായത് 10 വർഷക്കാലം കഴിഞ്ഞ ഒരു ദശകങ്ങളില് കുറഞ്ഞത് പകുതിയോളം മെഡിക്കൽ കോസ്റ്റ് മെഡിക്കൽ ചിലവുകൾ വന്നത് ഉയർന്നത് എന്തുകൊണ്ടാ നമുക്ക് വലിയ അല്ലെങ്കിൽ എന്താ പറയാ ഉയർന്ന സാങ്കേതിക വിദ്യകള് ടെക്നോളജി ഉയർന്ന സാങ്കേതിക വിദ്യയുടെ പ്രത്യേകിച്ചും ഏതൊക്കെയാ എസ്പെഷ്യലി പറയേണ്ടത് ഡയഗ്നോസിസ് സർജിക്കൽ പ്രൊസീജിയർ ഇങ്ങനെയുള്ള ഒരു ടെക്നോളജിയുടെ ഉയർന്ന ഒരു ടെക്നോളജിയുടെ ഉപയോഗം അതിന്റെ ഒരു പ്രൊസീജിയർ മൂലമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മുടെ മെഡിക്കൽ കോസ്റ്റ് ഉയരാൻ കാര്യം? മെഡിക്കൽ കോസ്റ്റ് ഉയരാൻ കാര്യം എന്താ? അവിടെ ടെക്നോളജി കൂടി അല്ലെ? ഇപ്പൊ നമ്മൾ സാധാരണ പോലെ ഇപ്പൊ ടെക്നോളജി കൂടി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക്കിലാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനുസരിച്ച് വരുമ്പോ നമുക്ക് അവിടെ മെഡിക്കൽ കോസ്റ്റ് കൂടുതലല്ലേ? ഇപ്പൊ പണ്ടത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഈടാക്കുന്ന പൈസയാണോ ഇപ്പൊ വരുന്നത്? ഒരു ടെസ്റ്റുകൾക്ക് തന്നെ വേണം, നല്ലൊരു കാശാവും അല്ലേ നമുക്ക്? അപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച് എന്ത് പറ്റി അവിടെ ഡയഗ്നോസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയർ പ്രത്യേകിച്ച് പറയാട്ടോ, ഡയഗ്നോസ്റ്റിക് അതുപോലെ സർജിക്കൽ പ്രൊസീജിയറിൽ എന്ത് പറ്റി? അവിടെ മെഡിക്കൽ കോസ്റ്റ് ഉയർന്നു. സർജറി അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇപ്പൊ നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോ പണ്ടത്തെ അത്രയും പൈസയാണോ സർജറിക്ക് വന്നത് അല്ലെ? ടെക്നോളജി കൂടി, അതുപോലെ പെട്ടെന്ന് നമുക്ക് എന്താ പറയാ നമുക്ക് രോഗവും പെട്ടെന്ന് അതുപോലെ മാറും. അതിനനുസരിച്ചുള്ള ടെക്നോളജിയാ അവര് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അതുപോലെ മെഡിക്കൽ കോസ്റ്റ് എന്ത് ചെയ്തു? കൂടി. ടെക്നോളജി കൂടിയതിന്റെ അനുസരിച്ച് എന്ത് ചെയ്തു? മെഡിക്കൽ കോസ്റ്റ് കൂടി. In spite of high cost, the commercial firms and the cooperative bodies are launching the state of the hospital with the newest medical technology with the economic return and are increasing. ഈ ഉയർന്ന വരുന്ന ഈ ചിലവുകൾക്കിടയിൽ പോലും in spite of the high cost ഉയർന്ന ചിലവുകൾക്കിടയിൽ പോലും ആരൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ഫേംസ് വാണിജ്യ സ്ഥാപനങ്ങള്, കോപ്പറേറ്റീവ് ബോഡീസ് ഇവിടെ ഏറ്റവും പുതിയ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? കുറെ കൂടി സാമ്പത്തിക ലാഭത്തോടു കൂടി തന്നെ എന്താ ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രോഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു അല്ലേ? നല്ല ലാഭമല്ലേ ഇപ്പൊ ഇല്ലേ? മെഡിക്കൽ ഫീൽഡിന് നല്ല ലാഭമല്ലേ? എന്താ പറയാ നമ്മുടെ കയ്യിൽ അത്രയും കാശ പേഷ്യന്റിനെ ഇത് മേടിക്കുന്നേ. കാര്യം ടെക്നോളജി കൂടി, കോസ്റ്റ് കൂടി. എങ്കിൽ പോലും നമുക്ക് ഓരോന്നിനും അല്ലേ എന്തൊരു ബില്ലാണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്താ പറയാ ഇങ്ങനെ ഉയർന്ന ചെലവുകൾക്കിടയിൽ ഹോസ്പിറ്റലില് ടെക്നോളജി കൊണ്ടുവരാനൊക്കെ ആയിട്ട് കുറച്ച് പൈസ വരുന്നുണ്ട്. എങ്കിൽ പോലും എന്താണ് ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും കൊമേഴ്ഷ്യൽ ഫേംസ് വാണിജ്യ സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും ഏറ്റവും പുതിയ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? സാമ്പത്തിക ലാഭത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലുകള് അല്ലെ ആശുപത്രി അവിടെ കൂട്ടാനായിട്ട് തുടങ്ങി. ഈ ആശുപത്രിയുടെ എണ്ണം അവര് വർദ്ധിപ്പിച്ചു. This provides the growth level of the healthcare awareness among the people and the utilization of such services by the people from the private sector too. അപ്പൊ അങ്ങനെ വന്നോടുകൂടി എന്ത് ചെയ്തു? അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ഇത് കൂടി അല്ലെ? അതായത് പേഷ്യൻസിനൊക്കെ ആളുകൾക്ക് രോഗം വന്നതിന് അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവന്നു. അപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നല്ലൊരു പൈസ വരുന്നുണ്ട്. ഈ ചെലവുകൾ വരുമ്പോൾ പോലും എന്താണ് ഇവിടെ നമ്മൾ കുറച്ച് കൊമേഴ്ഷ്യൽ ഫേംസ് വാണിജ്യ സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് ബോഡീസും എന്ത് ചെയ്തു? പുതിയതായിട്ട് അല്ലെ പുതിയ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലുകള് അവിടെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോ
അപ്പൊ എന്ത് ചെയ്തു? ദിസ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ലെവൽ ഓഫ് ദ ഹെൽത്ത് കെയർ എമംഗ് ദ പീപ്പിൾ. അപ്പൊ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടായി? ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിന് കാരണമായി അല്ലേ? അപ്പൊ അവർക്ക് നല്ലൊരു ഹെൽത്ത് കെയർ അവയർനെസ് കിട്ടുകയും യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ്, അങ്ങനെയുള്ള സേവനങ്ങൾ ആളുകള് മാക്സിമം ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ പ്രൈവറ്റ് സെക്ടേഴ്സ് ടു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ഈ സർവീസുകള് ജനങ്ങള് പരമാവധി ഉപയോഗിക്കാൻ തുടങ്ങി. It shows that there is increasing more and more supremacy by consumer rather than provider or procedures in medical practice. ആ സെന്റൻസ് അതിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ആകെ നമുക്കൊരു ചോദിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കിടക്കുന്നത്. നോക്കിയേ, അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? There is increasing more and more supremacy by consumer. അപ്പൊ അവിടെ മെഡിക്കൽ ഫീൽഡില് അവിടെ ആർക്കാ സുപ്രമസി, മേൽക്കോയ്മ കൊടുക്കുന്നത്? ആർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആർക്കാ? കൺസ്യൂമർ അല്ലേ? ആരാണ് കൺസ്യൂമർ? ഹോസ്പിറ്റലിലെ ആരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്? ആരെ ഉദ്ദേശിച്ചിട്ടാണ്? പേഷ്യൻസ്. അപ്പൊ അവർക്ക് വെരി ഗുഡ്. അപ്പൊ ആരാണ്? നോക്കിയേ, അപ്പൊ പേഷ്യന്റിന് കൂടുതൽ സുപ്രമസി കൊടുക്കാൻ തുടങ്ങി. ആരേക്കായും rather than providers or procedure. കണ്ടോ, അവിടുത്തെ പ്രൊസീജിയറിനേക്കാളും അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിനേക്കാളും അവിടെ കൺസ്യൂമറിന് കൂടുതൽ സുപ്രമസി അല്ലെ, കൂടുതൽ അധികാരം അല്ലെങ്കിൽ മേൽക്കോയ്മ അവർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ വേണമെന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ആർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്? കൺസ്യൂമർ, പ്രൊവൈഡർ, പ്രൊസീജിയർ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം. അതാണ് നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനോ ഉള്ളൂ. Okay, hospital including to provide more and more structured services in one discipline or other rather than holistic institution of healthcare, multidisciplinary medical team like eye, ENT, general surgery, etc., resulting it to be profit-oriented business establishment. എന്താ പറഞ്ഞേക്കുന്നത്? eye, പിന്നെ അതുപോലെ ENT, പിന്നെ ജനറൽ സർജറി തുടങ്ങിയ അങ്ങനെ ഇത് ഉൾപ്പെടുന്ന ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം. കണ്ടോ, ഒന്നിലധികം ഇതല്ലേ കൊടുക്കുന്ന? ഐയുടെ ഉണ്ട്, ENT ഉണ്ട്, ജനറൽ സർജറി തുടങ്ങിയ മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ, ഇതിനേക്കാളും മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉള്ള ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റു അതിൽ കൂടുതൽ ചുരുങ്ങിയ സേവനങ്ങൾ നൽകുന്ന ആശുപത്രി ഉൾപ്പെടെ അതെന്തിലേക്ക് മാറി എന്നാ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് ഓറിയന്റഡ്. കണ്ടോ, അതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറി. എന്താ ഇവിടെ ചുരുക്കി പറഞ്ഞേക്കുന്നത്? ഇപ്പൊ നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ സർവീസ് മാത്രമാണോ ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത്? ആണോ? ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ആയി ശരിക്കും അല്ലെ? ബിസിനസ് പോലെയാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ ഒന്നിലധികം ഫെസിലിറ്റികൾ തരുന്ന ഹോസ്പിറ്റൽ മുതല് ചെറിയ സേവനങ്ങൾ തരുന്ന ആശുപത്രി വരെ എന്തായി മാറിയത്? ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറി അല്ലെ? ലാഭത്തെ മാത്രം, അവിടെ ലാഭമാണ് അവിടെ നോക്കുന്നത് അല്ലെ? അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ സർവീസ് തരുമോ? ഫ്രീ ആയിട്ട് തരുമോ? അവര് ലാഭമാണ് അതിനകത്ത് നോക്കുക. ഒരു ശരിക്കും ഒരു ബിസിനസ് ആയി മാറി അല്ലെ? പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളിയല്ലേ അല്ലെ? ഒരു ചാലഞ്ചസ് ആണ് അത്. അപ്പൊ അതിനകത്ത് നമ്മള് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ആർക്കാണ് അവിടെ സുപ്രീമസി കൊടുക്കുന്നത്? കൺസ്യൂമറിനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് അവിടെ പറഞ്ഞേക്കുന്ന കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പേജിൽ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അത് മൂന്നും നോട്ട് ചെയ്തിട്ട് കേട്ടോ.
പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് വരുന്നുണ്ട്, ഇന്റേണൽ ചലഞ്ചസ് വരുന്നുണ്ട്, എക്സ്റ്റേണൽ ചലഞ്ചസ് വരുന്നുണ്ട്. ഇതിൽ എളുപ്പമുള്ള ഞാൻ പഠിക്കാനൊരു എളുപ്പം പറയട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, എക്സ്റ്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു 2 എണ്ണം തറവായിട്ട് പഠിച്ചു വെക്കുക. എളുപ്പമുള്ളത് കേട്ടോ, എളുപ്പമുള്ള 2 എണ്ണം തറവായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചേക്കാൻ പറ്റൂലേ. ഫുള്ള് പഠിക്കണ്ട, ഏതെങ്കിലും 2 എണ്ണം എളുപ്പമുള്ളത്. ഏത് എളുപ്പം നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, അതായത് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓക്കെ, ക്വാളിറ്റി കെയർ വേണ്ടേ, നല്ല ക്വാളിറ്റി കൊടുക്കണ്ടേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന, പേഷ്യന്റിനെ സംബന്ധിച്ചാട്ടോ, പേഷ്യന്റിന് കൊടുക്കുന്ന ആ കെയറിൽ നമ്മൾ നല്ല ക്വാളിറ്റി വേണം. നമ്മൾ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നേരിടുന്ന ചലഞ്ച് അല്ലേ, വെല്ലുവിളി തന്നെയല്ലേ. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലില് പ്രവർത്തനം ശരിയാവുമോ? ഇല്ല. അപ്പൊ എന്താ ഒന്നാമത്തെ കാര്യം, എന്താ? ക്വാളിറ്റി കെയർ, നല്ല ഗുണമേന്മയുള്ള ഒരു പരിചരണം കൊടുക്കണം. തിരിച്ച് അങ്ങനെ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും. അപ്പൊ ഹോസ്പിറ്റൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അടുത്തൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സംതൃപ്തി വേണ്ടേ? ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് സുഖമായിട്ട് പോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി വേണം അല്ലെ. പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുണ്ടോ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയല്ലേ. 2 എണ്ണം കേട്ടോ. പിന്നെ നോക്കി, ന്യൂ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജികൾ നമ്മളാണെങ്കിൽ ആഗ്രഹിക്കുന്നില്ലേ അല്ലേ. പണ്ടത്തെ സിസ്റ്റം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമോ? പുതിയ പുതിയ രോഗങ്ങൾ നിർണ്ണയിക്കാനോ നമുക്ക് ട്രീറ്റ്മെന്റിനോ ഒക്കെ പുതിയ പുതിയ ടെക്നോളജി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അല്ലേ. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ നോക്കിയ സർവീസ് എക്സ്പാൻഷൻ, സേവന വിപുലീകരണം. സർവീസ് എക്സ്പാൻഷൻ, സേവന വിപുലീകരണം, അതായത് നല്ല സർവീസുകൾ നമ്മൾ കൊടുക്കുക. പിന്നെ ഓവർ ക്രൗഡിങ്, അമിത തിരക്ക് അല്ലെ. ഒരുപാട് നമുക്ക് ഇത് വരുമ്പോഴും അതും ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നതും ഈ ഏതാണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വെല്ലുവിളിയാണ്. ഇത് പഠിക്കാനോ എളുപ്പമല്ലേ, കുഞ്ഞിതല്ലേ, നമുക്ക് കണക്ട് ചെയ്ത് പറയാം അല്ലെ. ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. അപ്പൊ അത്രയും പഠിച്ചു. അപ്പൊ നിങ്ങളോട് പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണം ക്ലിയർ ആക്കി വെച്ചാൽ പോരെ അല്ലെ. വേറെ ഏത് വന്നാലും നമുക്ക് നോക്കണ്ട, ഈ 5 എണ്ണം നോക്കാം. ക്ലിയർ. ഇനി അടുത്തതാണ് ഇന്റേണൽ ചാലഞ്ചസ്. ഇതിന്റെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി മാനേജ്മെന്റ്, അത് വലിയൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വലിയ ഇതല്ലേ ക്വാളിറ്റി മാനേജ്മെന്റ്. അടുത്തൊരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ചാപ്റ്റർ ഫുള്ളുണ്ട് ക്വാളിറ്റി മാനേജ്മെന്റ്. 4th മൊഡ്യൂളിൽ തന്നെ വരുന്ന അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അടുത്ത നോക്കി, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, IT, പുതിയ ഇൻഫർമേഷൻ ടെക്നോളജികള്. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, മത്സര ബുദ്ധിയുള്ള ഒരു മാർക്കറ്റ്. പവർ ക്രൈസ്, അധികാര ആവേശം. പവർ ക്രൈസ് എന്ന് പറഞ്ഞാൽ അധികാര ആവേശം. മാൻ പവർ മാനേജ്മെന്റ്, മനുഷ്യശക്തി, മാൻ പവർ മാനേജ്മെന്റ്. ടെക്നോളജി മാനേജ്മെന്റ്. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായ ഒരു സംഘടന ഘടന. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടല്ലേ ഇത്. എല്ലാം ചിലപ്പോ ഓർമ്മയിൽ വന്നൊന്നുമല്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതൊന്ന് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഈ ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പവർ ക്രൈസ്, അധികാര ആവേശം, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ്, ഫിക്സ്ഡ് ഓർഗനൈസേഷൻ. പവർ ക്രൈസ് എന്ന് പറഞ്ഞാൽ അധികാര ആവേശം, ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി അടുത്ത് നോക്കി, എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നതാണ് എക്സ്റ്റേണൽ, ബാഹ്യമായിട്ടുള്ള പുറമേയുള്ള വെല്ലുവിളികൾ. പുറമേ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ ഏതാ? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ,
ബയോമെഡിക്കൽ മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചോ? ബയോമെഡിക്കൽ മാനേജ്മെന്റ്, റെഗുലേഷൻ, നിയന്ത്രണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണം, റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ വിവരാവകാശ നിയമം അല്ലെ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആളുകൾക്ക് എന്താ പറയാ, ഭരണഘടന അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഭരണ നിർവഹണം സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അറിയാനായിട്ട് പബ്ലിക്കിന് ഒരു അധികാരമുണ്ട് അല്ലെ? പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതെ. അടുത്ത നോക്കിയ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും ധാർമ്മിക ഘടകങ്ങളും. പിന്നെ വരുന്നതാണ് പബ്ലിക് റിലേഷൻ. അറിയാലോ, പൊതു സമ്പർക്കം, പബ്ലിക് റിലേഷൻ, PR. അടുത്ത് നോക്കിയേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. ഇത്രയും എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസും എക്സ്റ്റേണൽ ചലഞ്ചസും രണ്ടും തറവാക്കി വെക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റൂലേ? അല്ലേ? ചെയ്യാൻ പറ്റൂലേ? ഒരെണ്ണം അവിടെ നടുക്കുള്ളത് അങ്ങ് വിട്ടോ നിങ്ങള്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും തറവാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ഏതാന്ന് ചോദിച്ചാലോ അവിടത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇതിപ്പോ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ താഴെ വരുന്ന ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്റ്റേണൽ ചലഞ്ചസ് അല്ലെങ്കിൽ ഇന്റേണൽ ചലഞ്ചസ്. ഓക്കെ, എക്സ്റ്റേണൽ, ഇന്റേണൽ. പുറത്തുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുറത്തു നിന്നുള്ള വെല്ലുവിളികൾ നേരിടുന്ന രാഷ്ട്രീയ സ്വാധീനം, പബ്ലിക് റിലേഷന്, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ബയോമെഡിക്കൽ മാനേജ്മെന്റ്, റെഗുലേഷൻ. ഓക്കെ, അപ്പൊ അത്രയൊന്ന് നോക്കിയിട്ട് കേട്ടോ, അതൊന്ന് ടിപ്പിട്ട് വെച്ചോട്ടോ. അത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും അതിനകത്തുനിന്ന് ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി അടുത്തതാണ് സ്ട്രാറ്റജീസ് ആണ്. ഇതാണ് ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ഈ ചലഞ്ചസുകളെ നേരിടാനുള്ള നമുക്ക് എന്താണ്, എന്തൊക്കെയാണ് തന്ത്രങ്ങൾ കേട്ടോ. ഓർക്കാൻ വേണ്ടി അവിടെ കോഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടൊക്കെ കോഡൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇട്ടുണ്ട്. എന്തായാലും പേഷ്യന്റ് സർവീസ് ചലഞ്ച് തറവായല്ലോ. മറ്റൊക്കെ നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളാണ്, പബ്ലിക് റിലേഷൻ, പൊളിറ്റിക്കൽ, രാഷ്ട്രീയ സ്വാധീനം. അപ്പൊ നമ്മൾ ലീഗൽ ഇഷ്യൂസ്, പിന്നെ നമുക്ക് റൈറ്റ് ടു വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ, കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ, ബയോമെഡിക്കൽ മാനേജ്മെന്റ്, അത്രയേ ഉള്ളൂ. അത് ഓർത്തിരിക്കാലോ അല്ലേ? അത്രയും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇഷ്ടമുള്ള രീതിക്ക് വെക്കുക കേട്ടോ. കോഡ് വേണമെങ്കിൽ കോഡ് വെച്ച് മനസ്സിലാക്കോ. എന്തായാലും ചോദിക്കും, ആ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇനി നോക്കിയേ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ ചലഞ്ചുകളെ നമ്മൾ നേരിടാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതും ആ പോയിന്റ്സുകളും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതികമായ മുന്നേറ്റങ്ങള്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഒരു എന്താ പറയാ, സാങ്കേതികമായ മുന്നേറ്റങ്ങൾ. പവർ ഷെയറിംഗ്, അധികാരം പങ്കിടല്, പവർ ഷെയറിംഗ്. പിന്നെ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, അവാർഡുകൾ കൊടുക്കാം. നല്ല കാര്യങ്ങളും നല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ അവാർഡ് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ചെയ്യുവാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാം. പണിഷ്മെന്റ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. ഇൻക്രീസ് എഫിഷ്യൻസി, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചലഞ്ചുകളെ നേരിടാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളാട്ടോ. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. അപ്പൊയൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ ഒരു ചലഞ്ചിനെ നമുക്കൊക്കെ എന്താ പറയാ മറികടക്കാൻ പറ്റൂലേ?
നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക, നല്ല നല്ല കെയർ കൊടുക്കുക, അതൊക്കെ നമ്മൾ ഇതിനെ എന്താ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് മറികടക്കാനുള്ള നേരിടാനുള്ള വെല്ലുവിളികളെ നമുക്ക് നേരിടാനുള്ള സ്ട്രാറ്റജീസ് ആണ്, തന്ത്രങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇതാണ് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, then leadership motivation, നേതൃത്വ പ്രചോദനം, കരിയർ ഡെവലപ്മെന്റ്, റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫുകൾക്കുള്ള പുനഃക്രമീകരണ പരിശീലനം, റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫിന് വേണ്ടിയുള്ള റീഓറിയന്റേഷൻ ട്രെയിനിങ്, റീസ്ട്രക്ചറിംഗ് പുനഃക്രമീകരണം, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ് വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ. ഓരോനാണ് നമ്മൾ ഓരോ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോഴും ഓരോരുത്തർക്കുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിക്കല്ലേ. എന്താണ്, ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും അതിന് വേണ്ടപ്പെട്ട അധികാരപ്പെട്ടവർക്ക് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമാക്കുക, വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഈ ചലഞ്ചുകളെ, വെല്ലുവിളികളെ നേരിടാനുള്ള തന്ത്രങ്ങളാണ്. പിന്നെ പഠിച്ചത് നമ്മൾ ആ നാലെണ്ണം ഏതാണ് നമ്മളുടെ ഈ സ്ട്രക്ചർ എന്ന് വെച്ചാൽ പുനഃക്രമീകരണം. ആ സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയറിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയ ഇതിലൊക്കെ ഒന്ന് റീഅറേഞ്ച്മെന്റ് നടത്തുക. ഓക്കെ, പുനഃക്രമീകരണം, റീസ്ട്രക്ചറിങ്. നമ്മൾ ചിലപ്പോ ഇതുവരെ സ്ട്രക്ചർ ഒന്ന് മാറ്റി നോക്കാന്ന് പറയൂലേ, അതായത് അതിന്റെ ആ ഒരു ഘടനയെ ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ റീഓറിയന്റേഷൻ എന്ന് വെച്ചാൽ അവർക്കുള്ള ഒരു പുനഃക്രമീകരണ പരിശീലനം, അവർക്ക് എന്താ ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ ഇല്ലേ, നമുക്ക് അവരുടെ ഇത് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാഫിന് വേണ്ടി കൊടുക്കാൻ പറ്റും. നല്ല നല്ല ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ നേരിടുന്ന ചലഞ്ചസുകളെ അതിനെ നമുക്ക് നേരിടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും എക്സാമിന് ചോദിക്കില്ല. ഈ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് എന്താ പറയാ, അതിനെ നമുക്ക് നേരിടാനുള്ള എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കേട്ടോ, ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ. ഇക്വേഷൻ പാടാണോ? ഇക്വേഷൻ ചോദിക്കൂട്ടോ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്തുനിന്ന്. നമുക്ക് മിക്കവാറും നമുക്ക് എന്താ പറയാ, നമ്മുടെ മെയിൻ എക്സാമിന് ഈ പാഠത്തിൽ നിന്നുള്ള കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. 1-2 വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കണ്ടേക്കുന്നത് കേട്ടോ. പ്രീവിയസ് ഇയറിൽ നമുക്ക് ഇപ്പൊ അടുത്ത ക്വാളിറ്റി മാനേജ്മെന്റിൽ കുറെ ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 32 ഫോർമുല പഠിക്കാനുണ്ട് നമുക്ക് അതില് നെക്സ്റ്റ് ചാപ്റ്ററിൽ. അത് നമ്മൾ പഠിക്കണം. എങ്കിലും നമുക്ക് ഈ മെയിൻ എക്സാമിന് മിക്കവാറും ഇതിൽ നിന്നാണ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ളത്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കാണാനൊക്കെ ആയിട്ട് മിക്കവാറും ഡിനോമിനേറ്ററൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയൊക്കെയല്ലേ ഇരിക്കുന്നത്. അതെന്തായാലും വിട്ടുകളയരുത് കേട്ടോ, ഫോർമുല വിട്ടുകളയരുത്. ഫോർമുല ഇതിന്ന് തറവായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഫോർമുലാസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ അതിനകത്ത് ആ 2 ബോക്സുകളൊക്കെ പറഞ്ഞില്ലേ, പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, ഡിക്രീസ് ചെയ്യാൻ, അതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇൻസിഡൻസ് ഹെൽപ്ഫുൾ എവിടെയൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞ മൊഡ്യൂള് 4-ലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഇവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുത്തേ. ചാപ്റ്റർ ഒന്ന് ഞാൻ ഷെയർ ചെയ്തിട്ട്
ക്വാളിറ്റി മാനേജ്മെന്റ്. ഷെയർ ചെയ്തിട്ടേക്കണ കാണാൻ പറ്റുന്നുണ്ടോ? മൊഡ്യൂൾ 4 പേജ് നമ്പർ 63 എന്നാണല്ലേ ഇട്ടേക്കണേ. ഇത് 7ാമത്തെ ചാപ്റ്റർ അല്ലേ നിക്ക് വണ്ടി അല്ലേ? ഇത് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ 7 ക്വാളിറ്റി മാനേജ്മെന്റ്. എന്തായാലും നമുക്കറിയാം ക്വാളിറ്റി നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ കേരളീയര് നമ്മുടെ ഇച്ചിരി വൃത്തിയും മെനയുമെടുപ്പൊക്കെ ഉള്ളവരാണ് അല്ലെ? ഇല്ലേ? വേറെ ആരും കേൾക്കണ്ട കേട്ടോ, എല്ലാവരും അതെ. അതുപോലെ എന്നാലും നമ്മൾ കുറച്ചും കൂടി ഒരു ഇതുള്ള ആൾക്കാരാണ്. ക്വാളിറ്റി, നമുക്ക് ഇപ്പൊ ഒരു സാധനം നമ്മൾ എടുക്കാൻ പോകും, കടയിൽ പോയി നമ്മൾ എന്താ അതിന്റെ എന്താ പറയാ നമ്മുടെ ക്വാളിറ്റി നോക്കും അല്ലേ? നമ്മളെപ്പോഴും ക്വാളിറ്റിക്ക്, ആ ഗുണമേന്മയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മൾ നോക്കി ഒരു ഇച്ചിരി ഇതുപോലെ ലെങ്തി ആണ്, എന്നാലും ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോർമുലാസ് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഇതുപോലെ ഫോർമുലാസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നോക്കണം. 1-2 ഫോർമുലാസ് നമുക്ക് എക്സാമിന് ചോദിക്കാം. പക്ഷെ മെയിൻ എക്സാമിന് അങ്ങനെ ഇതിന്ന് അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇനി വരില്ലാന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമുക്ക് മെയിനിൽ അധികം മെച്ചതിന്ന് തന്നെയാണ് ചോദിക്കാറ്. ഓവർവ്യൂവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് പഠിക്കണം, നമുക്ക് അതിന്റെ മോഡലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇതിന്ന് പഠിക്കണം എന്തായാലും കേട്ടോ. അത് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ 32 ഉണ്ടോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് പഠിക്കുമ്പോൾ ഞാൻ അടയാളപ്പെടുത്തി തരാം. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, പിന്നെ അത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഓർത്തിരിക്കാൻ. അത് നമുക്ക് എന്താ പറയാ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് പറഞ്ഞോട് ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, അതിനകത്ത് തന്നെയുണ്ട്, അവിടെ ഹിന്റ് ഉണ്ട്. അതുകൊണ്ട് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് നോക്കാൻ കാര്യം ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? ക്വാളിറ്റി. അപ്പൊ എന്താണ് ക്വാളിറ്റി? നിങ്ങൾ എന്താ മനസ്സിൽ വെക്കുന്നത്? ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ എന്താണ്? എന്താ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, കടയിൽ പോയി നമ്മളൊരു സാധനം, ഒരു ഡ്രസ്സ് വാങ്ങി, നമ്മൾ അതിന്റെ മെറ്റീരിയൽ നമ്മൾ നോക്കും, നല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കും. എന്താ നമ്മൾ ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഗുണമേന്മ എന്ന് പറയും അല്ലെ? ഗുഡ്. ഓക്കെ, ശരി, നല്ലത്, ഡ്യൂറേഷൻ ഏറ്റവും നല്ലത്, അല്ലെ? നമ്മൾ ഏറ്റവും നല്ലതാണ്. അതായത് എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ക്വാളിറ്റി? ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി അല്ലേ? ഇപ്പൊ നമ്മളൊരു ചുരിദാർ മെറ്റീരിയൽ എടുത്തു, നമ്മൾ നല്ല ക്വാളിറ്റി എന്ന് പറയാം. അതെന്താ? നമ്മൾ എത്രത്തോളം നല്ലതാണ് അല്ലെ, അത്രയും ബെസ്റ്റ് ആണ്, ഏറ്റവും നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, to the ordinary person, the quality is how good something is. This can be a service. ഇതിന് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു സർവീസ് ആകാം. എക്സാമ്പിൾ can be service or a product. എക്സാമ്പിൾ റിസ്റ്റ് വാച്ച്. ഇനി ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു സർവീസ് ആകാം, അല്ലെങ്കിൽ എന്താണ് ഒരു സാധനമാകാം, ഒരു പ്രൊഡക്റ്റ് ആവാം. റിസ്റ്റ് വാച്ച് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാം. ഒരു സർവീസ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. A person's judgment about a service or product relies on what he for it. അതിൽ നിന്ന് അവരെന്താ പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതാണ് some of the words used to explain quality. അതായത് നമ്മൾ എന്താ പറയുക, ഒരു പേഴ്സൺ, ഒരു വ്യക്തി നമ്മൾ എങ്ങനെയാണ് ഒരു സേവനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇതിന് നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അവർ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെ? ഒരു സേവനത്തെ, ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെ, അതിൽ നിന്ന് അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റി. നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ,
നമ്മളിപ്പോ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോ ഇങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കണം, ഇതാണെങ്കിൽ നല്ലതാണ് അല്ലെ, നമ്മൾ എന്താണോ അല്ലെ അതിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കിയ ചില വേർഡ്സുകളാണ് നമ്മൾ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊരു 1, 2, 5 ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് പറയാറില്ലേ? നമ്മൾ പറയും എത്ര ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആണ് എന്നൊക്കെ പറയൂലേ. എന്താ ഇത് പറയുന്നത്? ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം, ഓർ അല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന് പറയാം. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ എന്താ? മോടിയുള്ള, ഡ്യൂറബിൾ മോടിയുള്ള, നല്ല ഭംഗിയുള്ള. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡേർഡുകൾ അല്ലെ, അതായത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നു, അതിന്റെ ഒരു ക്രൈറ്റീരിയ അത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നല്ല ക്വാളിറ്റി എന്ന് പറയും. ദെൻ ഹെൽത്തി, ദെൻ വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം. ഈ വേർഡ്സുകളെല്ലാം നമ്മൾ ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. 5 എണ്ണം നോട്ട് ചെയ്തെടുത്തോട്ടോ. Beautiful or attractive, durable, meeting standards, healthy, value for money. The different words are used to describe the quality. എങ്കിലും നമ്മൾ പല വേർഡ്സുകൾ ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും we would describe it as a extent to which a product or service convey a person or a group. That is how much satisfaction the person receive from the service. എന്താ പറഞ്ഞേക്കണേ? അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സർവീസിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു ഗ്രൂപ്പിന്റെയോ വ്യക്തിയെ സംബന്ധിച്ച് അതിന് എത്രത്തോളം അത് കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് ഉള്ളടക്കം ചെയ്യുന്നു അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ സംബന്ധിച്ച് അതിൽ എത്രത്തോളം ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താ ഒറ്റ വേർഡ്സിൽ പറഞ്ഞേക്കാണ്? ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. അല്ലെ, ആ ഒരു സർവീസ് സ്വീകരിക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അതാണ് ക്വാളിറ്റി. നമ്മളും പറയാറില്ലേ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നല്ല ക്വാളിറ്റി ആട്ടോ, അവിടെ എല്ലാ സാധനത്തിനും നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസ് നല്ല ക്വാളിറ്റിയാണ്. അതെന്താ പറയുന്നേ? നമ്മള് അവരുടെ ആ സർവീസ് സ്വീകരിച്ചപ്പോൾ നമ്മൾ അതിന്റെ സംതൃപ്തരാണ് അല്ലേ? അതല്ലേ ക്വാളിറ്റി. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞേക്കുക കേട്ടോ. എന്താണ്? ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ, എത്രത്തോളം സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു. ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്, ഒരു സർവീസ് ആ പേഷ്യന്റ് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് എത്രത്തോളം സംതൃപ്തി ലഭിക്കുന്നു അതാണ്. ഇനി നോക്കിയേ, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ഇതിപ്പോ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ഞാൻ നോട്ട് ചെയ്യാൻ പറയാം, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. When we say quality of care, we mean healthcare activities that we in the medical, nursing, laboratory field, etc. execute daily to benefit our patient without causing harm to them. എന്താണ് ഒരു കാര്യം പറഞ്ഞേക്കണേ? എങ്ങനെ ബെനിഫിറ്റ് വരണം? എങ്ങനെയാണ്? വിത്തൗട്ട് കോസിങ് ഹാം ടു ദം. അതായത് എന്താ പറഞ്ഞേക്കണേ? നമ്മുടെ പേഷ്യൻസിന് ഒരു ഹാം എന്ന് പറഞ്ഞ എന്താ? ഹാം എന്താണ് ഹാം? ദോഷം. ഓക്കെ, കൃഷ്ണന്റെ ദോഷം അല്ലെ. നമ്മുടെ പേഷ്യന്റിന് ഒരു ദോഷവും വരുത്താതെ അവർക്ക് എന്ത് കിട്ടണം? ബെനഫിറ്റ് കിട്ടണം അല്ലെ, പ്രയോജനം കിട്ടുന്നതിനായി അല്ലെ. അതായത് പേഷ്യന്റിന് ഒരു ദോഷവും വരാതെ അവർക്ക് പ്രയോജനം നേടുന്നതിനായി നമ്മൾ ദിവസവും നടപ്പിലാക്കുന്ന എന്താണ്? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ് തുടങ്ങിയ മേഖലയിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. കണ്ടോ? ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് പരിചരണത്തിന്റെ ഗുണനിലവാരം,
അല്ലെ? പരിചരണത്തിന്റെ ഗുണനിലവാരം എന്താ? പേഷ്യന്റിന് ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെ? അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന, അതായത് മെഡിക്കൽ ആയിക്കോട്ടെ, നേഴ്സിംഗ് ആയിക്കോട്ടെ, ലബോറട്ടറി ഫീൽഡിലായിക്കോട്ടെ, അല്ലെ? അപ്പൊ തുടങ്ങിയ മേഖലകളില് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ്, തുടങ്ങിയ മേഖലകളിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ. Quality of care means healthcare activities that we in nursing, medical, laboratory field. എവിടെയുള്ള ആക്ടിവിറ്റിയാ? നേഴ്സിംഗ്, മെഡിക്കൽ, ലബോറട്ടറി ഫീൽഡിലുള്ള. എങ്ങനെയാണ്? പേഷ്യന്റിന് ഒരു ദോഷമൊന്നും വരുത്താൻ പാടില്ല, അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഡെയിലി നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഈ ഫീൽഡിലൊക്കെയുള്ള ഡെയിലി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ വേണമെങ്കിൽ ഹെൽത്ത് കെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു തന്നിട്ട് അതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. Quality of care requires that we pay attention to the requirement of the patient and the clients. Underline ചെയ്ത സെന്റൻസ് എന്ത് വേണം അവിടെ? ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഗുണമേന്മയുള്ള ഒരു പരിചരണം നമ്മൾ കൊടുക്കാനായിട്ട് എന്ത് വേണം? നമ്മൾ we pay attention. എന്തില് നമ്മൾ ശ്രദ്ധ കൊടുക്കണം? To the requirements of the patients and the clients. വേണ്ടേ? അല്ലെ? പേഷ്യൻസിന്റെ, ക്ലയൻസിന്റെ ആവശ്യകതകളില് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് അതിന് നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം. എന്നാലല്ലേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെ? നമ്മളത് മുൻകൂട്ടി കാണണം. ആ ഒരു ഫീൽഡില് അല്ലെങ്കിൽ പേഷ്യന്റിന്, ക്ലയന്റിന് അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ എന്ത് വേണം? എന്തോ ചെയ്യണം? നല്ലൊരു ശ്രദ്ധ കൊടുക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് ആ രീതിയിൽ നമ്മൾ നല്ലൊരു സർവീസ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് നമ്മളൊരു ക്വാളിറ്റി, ഒരു ഗുണമേന്മ അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് കെയർ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒന്ന് നോക്കിയോട്ടോ, ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ക്വാളിറ്റി ഓഫ് കെയർ റിക്വസ്റ്റ് എന്തൊക്കെ വേണ്ടേ? നല്ലൊരു ഗുണമേന്മയുള്ള പരിചരണത്തിന് നമുക്ക് എന്ത് വേണം? We pay attention to the requirements of that. ആർക്കുടെ റിക്വയർമെന്റ്സിനാണ്? Patients and clients. We must also use the method. പിന്നെ അതുകൂടാതെ നമ്മൾ മെത്തേഡ്, ഈ മെത്തേഡ് യൂസ് ചെയ്യണം. എന്താ? That have been verified to be safe, affordable. എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും? കോസ്റ്റ് ഒരുപാട് ആവാൻ പറ്റുമോ? കോസ്റ്റ് കുറവ് വേണം, അല്ലെ? അവർക്ക് സുരക്ഷിതമായിട്ടുള്ള, താങ്ങാവുന്നതായിട്ടുള്ള, ആൻഡ് ക്യാൻ ലെസൺ ഡെത്ത്, മരണം കുറയ്ക്കുന്ന രീതിയിലുള്ള, ഇൽനെസ്, രോഗങ്ങള്, ഡിസബിലിറ്റി, ഇതെല്ലാം കുറയ്ക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം. വേണ്ടേ? അല്ലെ? നമ്മൾ സേഫ് ആയിരിക്കണം. പിന്നെ അവർക്ക് കുറെ വിലയിട്ടാ പറ്റുമോ? കുറെ പൈസ മേടിച്ചാൽ പറ്റുമോ? അവർക്ക് താങ്ങാവുന്നതായിരിക്കണം. പേഷ്യന്റിന് താങ്ങാവുന്നതായിരിക്കണം കോസ്റ്റ്. പിന്നെ മരണം കുറയ്ക്കുന്നതായിരിക്കണം, രോഗങ്ങൾ കുറയ്ക്കുന്നതായിരിക്കണം, ഡിസബിലിറ്റി കുറയ്ക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പറയാ, എത്രത്തോളം നിങ്ങൾ അത് മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. ഇതുപോലെ എല്ലാ ചാപ്റ്ററുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്തെടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ കൊടുക്കണമെങ്കിൽ എന്ത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാ പറഞ്ഞത്, അല്ലെ? നമ്മൾ സേഫ് ആയിട്ടുള്ളത്, പിന്നെ നമുക്ക് അവർക്ക് പേഷ്യൻസിന് താങ്ങാവുന്ന കോസ്റ്റ് ആയിരിക്കണം, മരണം കുറയ്ക്കുന്നതായിരിക്കണം, രോഗങ്ങൾ കുറയ്ക്കുന്നതായിരിക്കണം, ഡിസബിലിറ്റി കുറയ്ക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം. Furthermore, okay, അടുത്ത പറഞ്ഞേക്കണേ, we are expected to practice as stated into set standards as laid down by clinical guidelines and protocols. കണ്ടോ? പിന്നെ കൂടാതെ അവിടെ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ്, പ്രോട്ടോകോളുകള്, ഇതെല്ലാം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, കണ്ടോ? സ്റ്റാൻഡേർഡുകള് അനുസരിച്ച് നമ്മള് അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. We are expected. നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? To practice as stated into set standards.
as laid down by the clinical guidelines and protocol. Clinical guidelines മാർഗനിർദ്ദേശങ്ങളും അതനുസരിച്ചുള്ള പ്രോട്ടോകോളുകളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള സർവീസ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കമ്പോണൻസ് ആട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ആ കമ്പോണൻസ് ഏതാന്ന് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിനകത്ത് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, ഒരു ഗുണമേന്മയുള്ള ഒരു പരിചരണം കെയറിന്റെ നമ്മൾ എന്താ കമ്പോണൻസ് അല്ലെങ്കിൽ ഇലമെന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതൊക്കെ ആ ബോക്സിൽ കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ പഠിക്കണം കേട്ടോ. കമ്പോണൻസ് ഏതാന്നുള്ളത്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് ധാരാളം ഭാഗങ്ങളുണ്ട്, പാർട്സ് ഉണ്ട്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദീസ് ഇൻ ഓർഡർ ടു റിഫൈൻ ക്വാളിറ്റി ഓഫ് കെയർ. കണ്ടോ, പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നമ്മൾ ഇവ മനസ്സിലാക്കണം. കണ്ടോ, ഈ കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് എന്നുള്ള കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കണം. The parts are listed in the box below. ആ parts നമ്മൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. We shall look briefly at each of the parts. ഓരോന്നും നമുക്ക് അവിടെ ബ്രീഫ് ആയിട്ട് അതും തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഓരോ ഡീറ്റെയിലും ആണ് നമുക്ക് പഠിക്കാറുള്ളത് കേട്ടോ. അതിനകത്ത് ഏതൊക്കെയാണ് കമ്പോണൻസ് അതൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആണ്, ഓരോ കമ്പോണൻസിന്റെ ഡീറ്റെയിൽ കണ്ടോ. അങ്ങനെ 5, 7, 8, 9 കണ്ടോ, 9 കമ്പോണൻസ് ആണ് ആ ബോക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ 9 എണ്ണോ പിന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്. അപ്പൊ അതിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ആ ഡീറ്റെയിൽസും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് എന്തെങ്കിലും നമുക്ക് കൺവേഴ്സ് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നോക്കിയേ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളത് നോക്കാം കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഏതൊക്കെയാണ്, ആ പേരുകൾ ആദ്യം പഠിക്കുക. എത്ര കമ്പോണന്റ് ഉണ്ട് ബോക്സിൽ, എത്ര ഉണ്ട്, എത്ര പാർട്സ് ഉള്ളത് അവിടെ. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ഹൗ മെനി പാർട്സ്, എത്ര എണ്ണം ഉണ്ട്, 9 എണ്ണം. ഓക്കെ, ശരി. ആദ്യത്തെ 3 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 3 എണ്ണം അല്ലെ. അങ്ങനെ മൊത്തം നമുക്ക് 9 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആണ് അസസ് ടു ദ സർവീസ്. ആ സർവീസിലേക്കുള്ള പ്രവേശനം. അസസ് അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ, അതിന്റെ മീനിങ് മാത്രം. പ്രവേശനം, ആ ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള ആ ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ പ്രവേശനം. അസസ്. അടുത്ത നോക്കിയേ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. എക്വിറ്റി, എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. എക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. അടുത്തത് എഫിഷ്യൻസി, എന്താണ്, കാര്യക്ഷമത. എഫിഷ്യൻസി. എഫിഷ്യൻസി, എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, അടുത്തത് തുടർച്ച. കണ്ടിന്യൂറ്റി, തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ അതിന്റെ തുടർച്ച, ട്രീറ്റ്മെന്റിന്റെ തുടർച്ച വേണം അല്ലെ. അത് ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ സുരക്ഷ, സുരക്ഷിതത്വം. സേഫ്റ്റി, സുരക്ഷ. അടുത്ത നോക്കിയേ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. വ്യക്തിബന്ധങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ദെൻ അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഫെസിലിറ്റി ആട്ടോ, അതാണ് സൗകര്യങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രയും കമ്പോണൻസ് ആണ് ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് വേണ്ടത്. ഒരു ഗുണനിലവാരമുള്ള ഒരു കെയർ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാ വേണ്ടത്, അതിന്റെ പാർട്സ് ഏതൊക്കെയാ? അസസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, എക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻ, അമ്യൂണിറ്റീസ്. ഏതാണ് കോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ ഏതാണ്? ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്.
ഒന്നോടെ പറയാം കേട്ടോ. ആക്സസ് എന്ന് പറഞ്ഞ പ്രവേശനം, ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ, കിട്ടാത്തവർ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ആക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശനമാണ്. ഇനി ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക കഴിവ്, സാങ്കേതിക കഴിവ്. ഇനി എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം, നീതി അല്ലെങ്കിൽ ന്യായം. അടുത്ത എഫക്റ്റീവ്നെസ്, എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി, ഫലപ്രാപ്തി. എഫിഷ്യൻസി കാര്യക്ഷമത, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എഫിഷ്യൻസി കാര്യക്ഷമത. അടുത്ത നോക്കിയേ കണ്ടിന്യൂറ്റി, എന്താ തുടർച്ച, കണ്ടിന്യൂറ്റി തുടർച്ച. നമുക്കിപ്പോ ഈ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി ഒക്കെ തന്നുവിടും അല്ലെ. അത് നമ്മൾ ഇനി അടുത്ത ട്രീറ്റ്മെന്റിന് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അത് കാണിക്കണം നമ്മൾ. അപ്പൊ നമ്മൾ ആ ട്രീറ്റ്മെന്റിന്റെ തുടർച്ച നമുക്ക് കിട്ടാൻ അത് വേണ്ടേ നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസ്. അവിടെ ചീട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഇതിന് മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടോ ഹോസ്പിറ്റലിൽ ഏത് മരുന്നാണ് കഴിച്ചത്, ഏത് ഡോക്ടറെ കണ്ടത്, അങ്ങനെ ഒരു റെക്കോർഡ് അവിടെ ഉണ്ടാവും അല്ലെ. അതാണ് ആ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നമുക്ക് എന്തായാലാണ് നമുക്ക് ആ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഇതിന് മുന്നിൽ നമുക്ക് എന്തായിരുന്നു, എന്ത് രോഗമാണ് വന്നത്, അതിന്റെ തുടർച്ച ഇനിയും അടുത്ത ട്രീറ്റ്മെന്റിലും വേണം അല്ലെ. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പകുതി വരെ മരുന്ന് കഴിച്ച് ചിലപ്പോൾ നിർത്തിയതായിരിക്കും, പിന്നെ നമ്മൾ വേറെ ഒന്നുകൂടി തുടങ്ങുകയല്ല. അതിന്റെ കണ്ടിന്യൂറ്റി ആണ് പിന്നെ അല്ലെ. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. ഓക്കെ, അതെന്തായാലും നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും ഡോക്ടർ നോക്കൂല. റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് ഇതിനകത്താണെങ്കിലും ഡോക്ടർ നോക്കും. പിന്നെ സിസ്റ്റത്തിലാണ് എല്ലാം ഇതിന് മുന്നേ എന്താണ് വന്നത് അല്ലെങ്കിൽ ഇത് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ തുടർന്നാണ് പിന്നെ ട്രീറ്റ്മെന്റ് വരുന്നത്. അതൊരു നല്ലൊരു ഇത് വേണം, തുടർച്ച. പിന്നെ സേഫ്റ്റി, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് വ്യക്തിബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ. പിന്നെയാണ് അമ്യൂണിറ്റീസ്, അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾ, സൗകര്യങ്ങള്. ഇത് വേണ്ടേ, ചെയർ, കസേര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടേ. അതിൻ്റെതായ അപ്പൊ ടി വി, നമ്മള് നമ്മള് റിസപ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ കുറെ നേരം വെയിറ്റിങ്ങിലാണെങ്കിൽ പേഷ്യൻസിന് നല്ലൊരു ഇത് കംഫർട്ട് ആവാനായിട്ട് നമുക്ക് അവിടെ ടി വിയിൽ നമ്മൾ കുറച്ച് ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കൂലേ അല്ലെ, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളാട്ടോ ഹോസ്പിറ്റലിലെ ഓരോ ഫെസിലിറ്റികൾ. അതും നല്ല ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസിന് വേണം, മേന്മയുള്ള ഒരു പരിചരണം അതിന് വേണം. ഇനി അടുത്തതാണ് ഫസ്റ്റത്തെയാണ് അക്സസ് ടു സർവീസ്, സർവീസിലേക്കുള്ള പ്രവേശനം. Everyone should have an entry to quality health care. എല്ലാവർക്കും ഉണ്ട് അല്ലെ, എല്ലാവർക്കും ഒരു ഗുണമേന്മയുള്ള പരിചരണത്തിലേക്ക് ഒരു എൻട്രി ഉണ്ട് അല്ലെ. Everyone should have an entry to quality health care. ഒരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. Entry refers to the ability of an individual to obtain health service. എന്താണ് അപ്പൊ എൻട്രി എന്ന് പറഞ്ഞേക്കുന്നേ? ഒരു ആരോഗ്യ സേവനങ്ങള് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി, കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. That refers to the ability of the individual to obtain health service. മനസ്സിലായോ? ഒരു പ്രവേശനം, ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്ന് വെച്ചാൽ എന്താ? ആ ഒരു ഹെൽത്ത് സർവീസ് കിട്ടാൻ നമുക്ക് ആ ഒരു ഇൻഡിവിജ്വലിനുള്ള കഴിവ് അല്ലെ, അതിനുള്ള ഒരു എബിലിറ്റി ആണ് എൻട്രി എന്ന് പറയുന്നത്. Some of the factors that can be affected entry are, എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പ്രവേശനത്തെ, ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡിസ്റ്റൻസ്, ദൂരം ഒരു പ്രശ്നമല്ലേ? ദൂരം, ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലെ. ഇനി കുറെ ദൂരമുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ നമുക്ക് ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ചിലപ്പോ 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കും പോവാൻ, ചിലപ്പോ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണമായിരിക്കും. എന്നാൽ നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്താം അല്ലെ. അപ്പൊ ഈ നമുക്ക് എൻട്രീനെ സ്വാധീനിക്കുന്ന, അഫക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഡിസ്റ്റൻസ്, ദൂരം വരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടും
പൈസ വേണ്ട നമ്മുടെ കയ്യില്, ഫിനാൻഷ്യല്, പിന്നെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. അവിടുത്തെ ആ കൾച്ചർ, സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങള്, മൂല്യം, ഇതൊക്കെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും അതിൽ നിന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റത്തേത് എൻട്രി എന്താണെന്ന് ചോദിക്കാം. ഡാഷ് റെഫേഴ്സ് ടു. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി, കഴിവാണ് എൻട്രി എന്ന് പറയുന്നത്. ഇനി ഒരു ഹോസ്പിറ്റലിലേക്കുള്ള അല്ലെങ്കിൽ നല്ലൊരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതിനെ അഫക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ്? ഡിസ്റ്റൻസ്, ദൂരം ഒരു പ്രശ്നമാണ്. ഫിനാൻഷ്യൽ, സാമ്പത്തികം ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ആ 3 കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി നോട്ട് ചെയ്തിടാം. ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, കൾച്ചർ, ഇവിടെ സംസ്കാരം, ബിലീഫ്, വാല്യൂസ്. ഓക്കെ, അത്രയും മതി കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.